ഹായ് മക്കേഴ്സ്, ഇറ്റ്സ് മി ചിന്നു വിച്ചൂസ്. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത് ഇന്നത്തെ അല്ല കേട്ടോ, ഞാൻ 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ അപ്പയുടെ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയത്. ആദ്യം നമ്മൾ ട്രെയിനിൽ പോകാനായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തത്. പിന്നെ നമ്മൾ ബസ്സാക്കിയതാണ്, കാരണം വയ്യാത്തവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ട്രെയിനിൽ കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അങ്ങനെ നമ്മൾ ബസ് ബുക്ക് ചെയ്തത്. അങ്ങനെ നമ്മളെല്ലാവരും ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിലിരുന്ന് ഞങ്ങളുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പപ്പയുടെ ഫാമിലിയായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ട്രിപ്പായിട്ട് പോണത്. ഞങ്ങളൊരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. രാവിലെ ആണെങ്കിൽ നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ഈവനിങ് ആക്കിയത്. അങ്ങനെ നമ്മൾ ഈവനിങ് സ്നാക്സ് ചായയൊക്കെ കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഏത് സ്ഥലമാണെന്നൊന്നും അറിയത്തില്ല, അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ചായയും കടിയൊക്കെ കടിച്ചിട്ട് തിരിച്ച് അങ്ങനെ പോവാണ് കേട്ടോ. ഇടയ്ക്ക് എൻ്റെ ചെറിയ വീഡിയോ അത് ആരോ എടുത്തത്, ആരോ അല്ല കേട്ടോ, എൻ്റെ അമ്മ തന്നെയാണ് എടുത്തത്. അത്ര ക്ലിയർ ഇല്ല, എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ എന്നെ കാണാം. ദാണ്ടേ കണ്ടില്ലേ, ദാണ്ട് ഉണ്ട വിഴുകിയ പോലെ നിൽക്കണേ. എൻ്റെ വീഡിയോ എടുക്കാൻ ആരും ഇല്ലായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. മസാല ദോശയായിരുന്നു കേട്ടോ. എനിക്ക് ഗീ മസാല ദോശയായിരുന്നു. അങ്ങനെ അത് ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തി ഗൈസ്, എത്തി. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് റൂംസ് ഒക്കെ തപ്പി നടക്കുമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് റൂംസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ വലഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ റൂം കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു. നല്ല റേറ്റും ആയിരുന്നു, അതുപോലെ തന്നെ നല്ല തിരക്കും, എല്ലാം ബുക്കിംഗ് ആയിരുന്നു. അങ്ങനെ 1-2 മണിക്കൂറോളം നമ്മളവിടെ ഒരു റൂംസിന് വേണ്ടിയിട്ട് തപ്പി നടക്കുകയായിരുന്നേ. നമ്മളവിടെ ഒരു 12 മണിയാകുമ്പോഴത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റൂമിന് വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും വിശലമായിട്ട് പറയണത്. അങ്ങനെ നമ്മളവിടെ കുറേ നേരം നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ച് പൂവൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറേ വീഡിയോസ് നമ്മൾ ഇതിനകത്ത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാരണം അതിനുള്ള ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറേ നേരം അലഞ്ഞും അതുപോലെ തന്നെ ഒരുപാട് പേരെടുത്ത് ചോദിച്ചു. നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലാണോ എന്താണെന്ന് അറിയത്തില്ല, കുടുംബശ്രീക്കാരുടെ ഒക്കെ അവരൊക്കെ നടത്തുന്ന ഒരു സംഭവമാണ്. എനിക്കറിയില്ല പറഞ്ഞു തരാനായിട്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്നുള്ള ഒരു കുളിയും ഒരുക്കവും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുളിച്ചിറങ്ങി നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ട് ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇനിയുള്ളത്. അപ്പം നമുക്ക് അമ്പലത്തിനകത്തേക്ക് ഫോണൊന്നും അലൗഡ് അല്ല. അപ്പം നമ്മൾ വെളിയിൽ തന്നെ ബാഗും ഫോണും ഒക്കെ വെക്കാനുള്ളത് അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം അവിടെയാണ് നമ്മളതെല്ലാം കൊടുത്തിട്ട് പോയി അങ്ങനെ തൊഴുതിറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ 3 മണിക്ക് കയറിയിട്ട് 11 മണിയായിരുന്നു കേട്ടോ നമ്മൾ തിരിച്ചിറങ്ങിയത്. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു, നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 11 മണിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് ബാഗൊക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അങ്ങനെ മിക്ക പേരും പല വഴിക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്ക പേരും സാധനങ്ങൾ വാങ്ങിക്കാൻ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന മക്കളൊക്കെ എൻ്റെ അനിയനും അനിയത്തിമാരൊക്കെയാണ് കേട്ടോ. കുറേ പേരുണ്ട്, കസിൻസ് ഉണ്ടായിരുന്നു. പലരും പല വഴിക്കായി പോയി. അന്നത്തെ ദിവസം ഭയങ്കര തിരക്കാണ്. എല്ലാ ദിവസവും ഉണ്ട്, പക്ഷേ എന്നാലും ഞായറാഴ്ച ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം സൺഡേ ആയിരുന്നു, പിന്നെ മാരേജ് ഉണ്ടായിരുന്നു, അക്ഷയ തൃതീയ, ഇതെല്ലാം കൂടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് അധികം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവർക്കും പരിചയമായി, അതുപോലെ തന്നെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓച്ചിറയിലായിരുന്നു കേട്ടോ, അത് ഈ ഹോട്ടലിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ്. വീട്ടിലെത്തി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.